ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റിവ്യൂവിന് വന്നിട്ടുള്ള വണ്ടി ലെക്സസ് GX 460 എന്ന് പറയുന്നൊരു മോഡലാണ്. എല്ലാവർക്കും അറിയുന്നതാണ് GX 460 അല്ലെങ്കിൽ ലെക്സസ് ടൊയോട്ടയുടെ പ്രീമിയം സെഗ്മെൻറ്റിൽപ്പെട്ടൊരു വാഹനമാണെന്ന്. അപ്പോൾ ലെക്സസിൻ്റെ വാഹനങ്ങൾക്ക് അതിൻ്റേതായ ഒരു മുൻഗണനയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ 460ൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ ഗ്രില്ല് ഇത് തനത് ലെക്സസിൻ്റെ ഏതൊരു വാഹനം വരുമ്പോഴും ഈ ഗ്രില്ല് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ലെക്സസിൻ്റെ പ്രീമിയം. അതായത് ലെക്സസിൻ്റെ ഏത് വാഹനം എടുത്താലും സെഡാൻ ആയാലും ഹാച്ച് ബാക്ക് ആയാലും ഈ ഗ്രില്ല് മസ്റ്റാണ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഫുള്ളി LED തീർത്ത ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഫോഗ് ലാമ്പിനോട് ചേർന്നാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. നല്ല ഫിറ്റും ഫിനിഷും ഉള്ള ഫ്രണ്ട് ഏരിയ ആണ് ഈ വാഹനത്തിൽ. സൈഡ് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക എവിടെ നിന്ന് നോക്കിയാലും ഒരു SUV ചായക്കം ഈ വാഹനത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു മുഖഭാവമാണ്. അത് മാത്രമല്ല പ്രേഡോയുടെ അതേ പ്ലാറ്റ്ഫോം കീപ്പ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ഇത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് 100-ൽ 100 മാർക്ക് കൊടുത്തു പോകുന്ന രീതിയിലാണ്. അത്രക്കും ആ ഒരു മികവിലാണ് ഈ കമ്പനി ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ വലിയൊരു ബോണറ്റാണ്. ആ ബോണറ്റിൽ തന്നെ നല്ല ക്യാരക്ടർ ഏരിയകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 18 ഇഞ്ചാണ് ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക നല്ല ക്യാരക്ടർ ലൈനും കാര്യങ്ങളും എല്ലാം വാഹനത്തിന് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ കളർ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സിൽക്കി ഗോൾഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിളങ്ങുന്ന ഒരു കളറാണ് ഈ സിൽക്കി ഗോൾഡ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ സിൽക്കി ഗ്രീനാണ്. ഇതേ വാഹനത്തിന് സിൽക്കി ഗ്രീൻ വരുന്നുണ്ട്. അത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കളറാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സൈഡ് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രേഡോയെ എവിടെയോ തോന്നും. കാരണം പ്രേഡോ എവിടെയോ ഒളിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഒളിച്ച് കളിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം പ്രേഡോയുടെ അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിൻ്റെ ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ പ്രേഡോക്ക് ബാക്കിൽ സ്പെയർ വീല് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെയർ വീല് ബമ്പറിന് താഴെയായിട്ടാണ് ഇതിന് സ്പെയർ വീല് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാഡ്ജിങ് കാണാം, ലെക്സസ് GX 460 എന്നുള്ള ബാഡ്ജിങ് കാണാം. പിന്നെ ഡീലറിൻ്റെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ലെക്സസ് എന്നുള്ള ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് വലിയ രീതിയിൽ നമ്പർ പ്ലേറ്റ്, നടുവിൽ ലോഗോ കാണാം. പിന്നെ സൈഡ് ഡിസൈൻ നമ്മൾ കണ്ടല്ലോ. മൊത്തത്തിൽ ഒരു SUV ചായത്തം വാഹനത്തിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അടിയിൽ ഫോഗ് ലാമ്പ് കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം ബമ്പർ ഫിറ്റിങ്ങും എല്ലാം നല്ല രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്താൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ബൂട്ടാണ്. അതിൽ തന്നെ ഒരുപാട് നല്ല രീതിക്ക് നല്ല സ്ഥല സൗകര്യം നിറഞ്ഞിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ അകത്ത്. എങ്ങനെയായാലും നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നമുക്ക് കമ്പനി ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു 7 സീറ്റാണ്. 7 സീറ്റ് വാഹനമാണെങ്കിലും ഈ വാഹനം ഇതിൻ്റെ സീറ്റ് ബാക്കത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ലഗേജ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അത്രയ്ക്കും നല്ല രീതിയിലാണ് വാഹനത്തിൻ്റെ ഡിസൈൻ. അതുമാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ അത്യാവശ്യം അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ഇനി ഈ ബൂട്ട് ഇങ്ങനെ അടക്കാനും തുറക്കാനും മടിയുള്ള ആളുകൾക്ക് ഒരു ചെറിയൊരു ഓപ്ഷനും വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. അതൊക്കെ ഒരു വെറൈറ്റി ഡിസൈനായിട്ട് എനിക്ക് തോന്നി. അത് മറ്റു വാഹനങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല. അത് പ്രേഡോടെ തന്നെ ചില സ്പെയർ വീല് വരാത്ത വാഹനങ്ങൾക്കും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്കിനി ഈ വാഹനത്തിൻ്റെ അകം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ നമുക്കൊന്ന് കയറിയിരുന്ന് നോക്കാം. GX 460ൻ്റെ പാസഞ്ചർ സീറ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ഫീലാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ കളർ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സീറ്റ് കുഷ്യനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ സീറ്റ് റെഡ് ആണെങ്കിലും ഇതിൻ്റെ റൂഫിലും അതുപോലെ തന്നെ A പില്ലർ B പില്ലറൊക്കെ ബ്ലാക്ക് ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ റെഡും ബ്ലാക്കും നല്ല രീതിക്ക് ഒരു സ്പോർട്ടി ലുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു കംഫർട്ടും കിട്ടുന്നുണ്ട്. കാരണം ഈ കളർ തന്നെ നമ്മളെ നമുക്കൊരു ബാഡ് ഫീൽ തരാത്ത രീതിയിലുള്ള കളറാണ്. അതുമാത്രമല്ല കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാം. വാഹനത്തിൽ ഒരുവിധ ചേറോ ചെളിയോ വന്ന് പിടിക്കും എന്നുള്ള യാതൊരു പേടിയും വേണ്ട. അത്യാവശ്യം കുഷ്യനിങ് ആയാലും അത്യാവശ്യം നല്ല രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ കീ കാണാം. ഈ വാഹനത്തിൻ്റെ കീ തന്നെ അത്യാവശ്യം ഒരു ലെക്സസിൻ്റെ ഒരു പ്രീമിയം ഡിസൈനിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഡ്രൈവർ സീറ്റിലൊന്നിരിക്കാം. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആദ്യമായിട്ട് ഈ വാഹനം ഓടിക്കുന്ന ഒരാൾ എന്തായാലും കൺഫ്യൂഷൻ ആവും. കാരണം അതിന് മാത്രം സ്വിച്ചുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്.
കാരണം ആക്ഷൻ കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, വോളിയം ബട്ടണ്, അതുപോലെ തന്നെ എന്തൊരു ബട്ടണുണ്ടോ എല്ലാ ബട്ടണും ഇതിൻ്റെ മുകളിൽ ഫിനിഷ് ഉണ്ട്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഒരു വുഡ് ഫിനിഷ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെക്സസിൻ്റെ വലിയൊരു ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫിനിഷും സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ, നല്ല രീതിക്കുള്ള ഡിസൈനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അനലോഗാണ് മീറ്റർ വരുന്നത്. ക്ലസ്റ്റർ അനലോഗ് ക്ലസ്റ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ കൺസോളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഒരുപാട് ബട്ടണും കാര്യങ്ങളും. ഇതിൻ്റെ AC ബട്ടൺ തന്നെ ആദ്യം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. കാരണം AC ബട്ടൺ ഏതോ നോക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്ക്രീൻ ഏരിയ ആണ് വരുന്നത്. അതിൽ തന്നെ നാവിഗേഷനും മ്യൂസിക്കും രണ്ട് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വുഡ് ഫിനിഷാണ് വരുന്നത്. അതൊക്കെ നല്ല ഒരു പിയാനോ വുഡ് ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള ഗ്ലോ ബോക്സാണ് വരുന്നത്. ഡിസൈനും ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റാണ്. നമുക്ക് തണുപ്പിക്കും ചെയ്യാം, ചൂടാക്കും ചെയ്യാം ഈ വാഹനത്തിൻ്റെ സീറ്റ്. അത്യാവശ്യം ഒരുപാട് ഒരു പ്രീമിയം നിറഞ്ഞൊഴുകുകയാണ് ഒരു പ്രീമിയം വാഹനം എന്ന് പറഞ്ഞത്. ഗിയർ ലിവർ ആവുകയാണെങ്കിൽ ഗിയർ ലിവർ നമ്മൾ സാധാരണ ടൊയോട്ടോയിൽ കണ്ട രീതിയിലുള്ള ഗിയർ ലിവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. ന്യൂട്രൽ, ഡ്രൈവ് മോഡ്, പാർക്കിംഗ്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, മാനുവലായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ലെക്സസിൻ്റെ ഒരു ലെക്സസ് എന്ന നമുക്കൊരു ഏരിയ കാണാം. അതൊരു മൗസാണ്. അത് നമുക്ക് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് മൗസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനാണ് അവിടെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് വെരി പ്രീമിയം എന്ന് പറയാവുന്ന രീതിയിലാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും, അതുപോലെ തന്നെ ഇത് കൂൾഡ് ഇതാണ്. അത്യാവശ്യം നമുക്ക് തണുപ്പിക്കാനൊക്കെ ഇത് ഓപ്പൺ ആക്കാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും ഓപ്പണായി. ഇതിൽ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും അതായത് നമുക്ക് കോള കാര്യങ്ങളൊക്കെ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് തണുപ്പിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോർ നോക്കുകയാണെങ്കിൽ ക്രോമിയത്തിൻ്റെ ഡോർ ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ, അതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫിനിഷിലാണ്. സീറ്റ് അഡ്ജസ്റ്റ് അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ബുക്ക് ഹോൾഡർ വരുന്നുണ്ട്. ഒരു കുഷ്യൻ വരുന്നുണ്ട്. അതൊക്കെ റെഡ് കളറിലാണ്. ഒരു വുഡ് ഫിനിഷ് വരുന്നുണ്ട്. അത്യാവശ്യം പ്രീമിയം നിറഞ്ഞൊഴുകുകയാണ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ കണ്ടോ, ഒരുപാട് ബട്ടണുകളുണ്ട്. നമ്മൾ ആദ്യം ഈ വാഹനം ഓടിക്കുന്ന ഒരാൾ 100% കൺഫ്യൂസ്ഡ് ആവും. കാരണം എന്തിനാണ് ഇത്രയധികം ബട്ടൺ? ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് താഴെയിലാണ്, ബ്രേക്കിനോട് ചേർന്നാണ് ഹാൻഡ് ബ്രേക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുന്നേ ഇതിൻ്റെ സൺറൂഫ് കാണിക്കട്ടെ. ഇതിൻ്റെ സൺറൂഫ് കാണിച്ചു തരാം. ഇതിനൊരു ചെറിയ രീതിയിലുള്ള ഒരു സൺറൂഫ് വരുന്നുണ്ട്. വലിയതല്ല, പനോരമിക് അല്ല, എന്നാലും ചെറിയൊരു രീതിയിലുള്ള സൺറൂഫ് വരുന്നുണ്ട്. അതിൻ്റെ കർട്ടൻ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇത് നോക്കാം. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും എണീച്ച് നിന്ന് പുറമേലെ കാഴ്ച കാണാനൊക്കെ ഉപകാരപ്പെടും. പക്ഷേ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഈ സൺറൂഫ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റീരിയറിൻ്റെ അകത്തേക്ക് പൊടിപടലങ്ങൾ കയറാൻ. ഓക്കെ, നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി റിവ്യൂ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനം ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ വാഹനം കമ്പയർ ചെയ്യുന്നത് ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറിയും അതുപോലെ തന്നെ ടൊയോട്ടോ പ്രൈഡോയും തമ്മിലാണ്. ഈ രണ്ട് വാഹനത്തെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസ്കവറി ഞാൻ ഇതിന് മുൻപ് ഡ്രൈവ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രൈഡോ ഞാൻ യൂസ് ചെയ്ത വണ്ടിയാണ്. പ്രൈഡോനെ വെച്ച് പറയുകയാണെങ്കിൽ സെയിം ആണ്, ഒന്നും പറയാനില്ല. അതും ഇതും തമ്മിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇൻറ്റീരിയർ കുറച്ചും കൂടി ബെറ്റർ, പ്രീമിയം ആയിട്ട് തോന്നുന്നത് ഈ വാഹനത്തെയാണ്. ഇത് ലെക്സസ് തന്നെയാണ് പ്രീമിയം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചർ നോക്കുകയാണെങ്കിൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, എയർ ബാഗ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 8 സിലിണ്ടർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, SUV ക്രോസ് ഓവറാണ്. പിന്നെ അതുപോലെ തന്നെ 7 സീറ്ററാണ്, 8 ഇഞ്ച് അലോ വീൽ ഈ വാഹനത്തിന് കമ്പനി നൽകുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് ഡ്രൈവ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാല്
എടുക്കുമ്പോൾ നമ്മളെയും കൊണ്ട് പറന്ന് കയറുന്ന ഒരു ഫീലാണ് നമുക്ക്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫൺ ടു ഡ്രൈവ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായിട്ട്, അതായത് ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എത്രയാണോ സ്പീഡ് ആഗ്രഹിക്കുന്നത് അതിലുപരി സ്പീഡ് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് ഈ വാഹനം. കാരണം കാല് കൊടുക്കുമ്പോഴത്തേന് വാഹനം നമ്മളെയും കൊണ്ട് പറക്കാണെന്ന് തന്നെ പറയാം. അത്യാവശ്യം ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ, ഒരു സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് തോന്നുന്ന വാഹനം. പിന്നെന്താ പറയുക, വാഹനം വലിയൊരു വാഹനമാണെങ്കിൽ തന്നെ വലിയ ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതാവുന്നില്ല. അതുപോലെ തന്നെ വീശി എടുക്കുമ്പോഴൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അത് കൺട്രോൾ പോകുന്ന ആ ഒരു രീതിയൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, റഫായിട്ടും യൂസ് ചെയ്യാം, സോഫ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് വാഹനത്തിന്. അത്യാവശ്യം ഞാൻ പേഴ്സണലി ഈ വാഹനം ഓടിക്കുന്നതിൽ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ, ഒരു കമാൻഡോ സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഈ വാഹനത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വാഹനത്തെക്കുറിച്ചുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഈ വാഹനം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷേ ദുബായിലെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ 1,83,000 ദിർഹം ഈ വാഹനത്തിന് വരുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.